ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 20-ാം തിരുലിഖിതം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ബലഹീനതകളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 54-ാം തിരുലിഖിതം. വെള്ളം എന്നെ മൂടിക്കളഞ്ഞു, അയ്യോ ഞാൻ നശിച്ചേ എന്ന് ഞാൻ പറഞ്ഞുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനയച്ച് നമ്മളെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ദൈവമായ കർത്താവിനൊരാഗ്രഹമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള സാത്താൻ്റെ കുതന്ത്രങ്ങളും തകർക്കണം, പൈശാചിക പീഡകളിൽ നിന്ന് വിടുവിക്കണം, രോഗത്തിൽ നിന്ന് രക്ഷിക്കണം, തകർച്ചയിൽ നിന്ന് മോചിപ്പിക്കണം. ഒരു വിടുതലിനായി ദൈവം ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ വചന ശുശ്രൂഷ പങ്കുചേർന്നപ്പോൾ ദൈവം നൽകി വിടുതൽ അനുഭവിച്ച ആയിരക്കണക്കിന് ദൈവമക്കളിൽ ഒരാളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ജോണി കല്ലറയ്ക്കൽ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതാംഗമാണ്. ഞാനും എൻ്റെ കുടുംബവും ഷാലോം ചാനലിൽ എല്ലാ ഞായറാഴ്ചയും 8:30 മുതൽ സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷകളുടെ സ്ഥിരം കാഴ്ചക്കാരാണ്. എനിക്ക് 18 വർഷത്തോളമായി ചെവിക്ക് കേൾവിക്കുറവും വേദനയും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ ചെവിയിൽ എപ്പോഴും ഇരുന്ന് മൂളിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരുന്നു. ഒരുപാട് പരിശ്രമിച്ചിട്ടും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങളുടെ കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 മാസം മുമ്പ് അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിരവധി വ്യക്തികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞങ്ങൾ കുടുംബസമേതം അഭിഷേകാഗ്നി വചനം കേട്ടുകൊണ്ട് ഞങ്ങളുടെ ഈ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അഭിഷേകാഗ്നിയുടെ സമയത്ത് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ 18 വർഷമായി എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന രോഗത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ രോഗം പിന്നെ എന്നെ അലട്ടുന്നില്ല. 18 വർഷമായ രോഗമാണ് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നും ഇറങ്ങി ഒഴിഞ്ഞു പോയത്. എൻ്റെ യേശു എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി. ജോണി കല്ലറയ്ക്കൽ, ചെങ്ങളം PO, കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്കാരനായ ജോണി കല്ലറയ്ക്കൽ എന്ന ബഹുമാന്യദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് 2 കരങ്ങൾ തുറന്ന് പിടിക്കാം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടനെ ചവിട്ടി മെതിക്കും, അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും. ഓ ദൈവമേ, അവിടുന്ന് പ്രവർത്തിക്കുന്ന മണിക്കൂറാണല്ലോ ഇത്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും, അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് ഓടി ഇറങ്ങി വരുന്ന പശുക്കിടാങ്ങളെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വലിയ രോഗത്തോടെ, വേദനയോടെ, കടബാധ്യതയോടെ, കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, മനോവേദനയോടെ, ശരീരത്തിൽ തകർന്ന്, മനസ്സിൽ വേദനിച്ച്, കുടുംബത്തിൽ വലിയ ഭാരം അനുഭവിച്ച് ഇന്നിതാ ദൈവമക്കൾ നിലവിളിക്കുകയാണ്. എല്ലാ അന്ധകാര പീഡകളും കുടുംബത്തിൽ വിട്ടുപോകാൻ ഇടവരുത്തണമേ കർത്താവേ. എല്ലാ തിന്മയുടെ കോട്ടകളും തകരാൻ ഇടവരുത്തണമേ കർത്താവേ. തഴക്കദോഷങ്ങൾ, പാപങ്ങൾ നിമിത്തം ഞെരുങ്ങുന്ന കുടുംബങ്ങൾ വിടുവിക്കണമേ കർത്താവേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അത്ഭുത നാമത്തിൽ തിന്മയും തിന്മയുടെ ആധിപത്യങ്ങളും കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. പവർ, പവർ, ശക്തികളെ പവർ, പവർ. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്യ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രു
ശത്രുവിൻ കോട്ടകൾ തിന്മകൾ തകരട്ടെ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ, വാളെടുത്ത് എതിർക്കുവിൻ, അത്ഭുത ശക്തി നിറയട്ടെ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ അന്ധകാരങ്ങളുടെ ആധിപത്യങ്ങൾ ചിഹ്നമെന്നായി പോട്ടെ. ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്ത് നാമത്തിൽ വചനശക്തിയാൽ യേശുവിൻ കുടുംബങ്ങൾ ഇന്ന് അന്ധകാരത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധനത്തിൽ ശക്തികളെ വിട്ടുമാറിപ്പോട്ടെ. പാപത്തിന്റെ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ശാപത്തിന്റെ ബന്ധനത്തിൽ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാം. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വിടുതൽ, വചനവാളെടുത്ത് എതിർക്കുവിൻ, അത്ഭുത സൗഖ്യം, യേശുവിൻ നാമത്തിനാൽ. അത്ഭുത അഭിഷേകം തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. യേശുവിൻ ജയക്കൊടി. വചനവാളെടുത്ത് എതിർക്കുവിൻ, യേശുവിൻ നാമത്തിനാൽ, യേശുവിൻ നാമത്തിനാൽ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, തലമുറകളായി ഈ കുടുംബങ്ങളിൽ അടക്കി വാണല്ലോണ്ട് നിൽക്കുന്ന എല്ലാ തിന്മയുടെയും പൈശാചികതയും അരൂപികളെയും ആധിപത്യങ്ങളെയും നസ്രായന്റെ നാമത്തിൽ ബന്ധിച്ചു കെട്ടുന്നു, നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 54-ാം തിരുലിഖിതം. വെള്ളം എന്നെ മൂടിക്കളഞ്ഞു, അയ്യോ ഞാൻ നശിച്ചേ എന്ന് ഞാൻ പറഞ്ഞു പോയി. ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. ഒരുപാട് നാളുകൾ നന്നായിട്ട് ജീവിക്കും, എന്നാൽ പൊടുന്നനെ പെട്ടെന്ന് അന്ധകാരത്തിലേക്ക് വീണു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. കഠിനമായ തരത്തിലുള്ള മദ്യാസക്തി, കഠിനമായ തരത്തിലുള്ള കോപം, കഠിനമായ തരത്തിലുള്ള ജഡികമോഹങ്ങൾ, കഠിനമായ തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ, കഠിനമായ തരത്തിലുള്ള കലഹ സ്വഭാവം, അലസത, ഇങ്ങനെ ചില പ്രത്യേക തിന്മകൾ പിടികൂടി വലിയ അന്ധകാരത്തിലേക്ക്, വലിയ അഗാധ ഗർത്തത്തിലേക്ക് വീണു പോകുന്ന അനുഭവം ചിലപ്പോൾ മിക്കവാരുടെയും ആത്മീയ ജീവിതത്തിൽ അവരെ തളർത്തുകയാണ്. ആ സമയത്ത് മനസ്സിൽ വല്ലാത്ത തരത്തിലുള്ള ഞെരുക്കവും പീഡയും ദൈവമക്കൾ അനുഭവിക്കുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് സങ്കീർത്തന പുസ്തകത്തിൽ ഒരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സങ്കീർത്തന പുസ്തകത്തിലെ 77-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള തിരുലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ദൈവദാസൻ്റെ ജീവിതത്തിലെ ചില അന്ധകാരത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങി പറയുന്ന വാക്കുകളാണ് 77-ാം സങ്കീർത്തനത്തിൽ 7 മുതലുള്ള തിരുലിഖിതങ്ങൾ. കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? ഹൃദയത്തിൻ്റെ വേദനയിരുന്ന് ദൈവദാസൻ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുകയാണ്. കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും എന്നോട് പ്രസാദിക്കുകയില്ലേ? അടുത്ത വചനം, അവിടുന്ന് കരുണ എന്നേക്കുമായി അടച്ചു കളയുമോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിച്ചുവോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ദൈവദാസൻ ഒരു വേദന അനുഭവിക്കുകയാണ്. എന്താ വേദന? ഒരു കുറ്റപ്പെടുത്തുന്ന സ്വരമാണ്. ഇനി നിൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല, ഇനി നിൻ്റെ ദൈവം നിന്നെ പ്രസാദിക്കുകയില്ല, നിൻ്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കേണ്ട, നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, നിൻ്റെ ദൈവം നിന്നോട് കരുണ കാണിക്കില്ല.
കാരണം ഇത്രയും കാലം നിന്നെ സ്നേഹിച്ച് വളർത്തിയതാണ്, ഇത്രയും കാലം നിന്നെ നടത്തിയതാണ്, ഇത്രയും കാലം നിന്നെ ഉയർത്തിയതാണ്. എന്നിട്ട് നീ ദൈവത്തോട് നന്ദികേട് കാണിച്ചില്ലേ? നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ ജീവിതത്തിലെ ചില പ്രത്യേക സംഭവങ്ങളെക്കുറിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിലിരുന്ന് ദുഷ്ടാരൂപികളുടെ സാത്താൻ്റെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് കുറ്റത്തിൻ്റെയും കുറ്റപ്പെടുത്തലുടെയും ആ ഭാരത്തിൽ ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, ഇനി ഒരിക്കലും ദൈവത്തെ കാണാൻ പറ്റുകയില്ല, എന്നേക്കുമായി ദൈവം എന്നെ ഉപേക്ഷിച്ചോ, ആ ഒരു വേദനയിൽ ദൈവദാസൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചില നെടുവീർപ്പുകൾ ഉതിർക്കുന്നതാണ് 77-ാം സങ്കീർത്തനത്തിൽ 7 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇതൊരു ദൈവദാസൻ്റെ അനുഭവം മാത്രമല്ല, ഇത് ഒരുപാട് ദൈവമക്കളുടെ അനുഭവമാണ്. ഹല്ലേലൂയ. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഹൈ റേഞ്ച് പ്രദേശത്ത് നിന്ന് വളരെ കർത്താവിന് വേണ്ടി തീക്ഷ്ണമായി ശുശ്രൂഷ ചെയ്ത, കർത്താവിന് വേണ്ടി വേല ചെയ്ത ഒരു ദൈവ പൈതലുണ്ട്. അദ്ദേഹം ഒരു കാലത്ത് കുടിയനായിരുന്നു. ആ കുടിയൻ ആ ഹൈ റേഞ്ച് ദേശത്ത് നിന്ന് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി അങ്ങനെ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ആരാധിച്ച്, അങ്ങനെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ആരാധിച്ച് ആ കുടിയൻ ആ മലമ്പ്രദേശത്ത് ചെന്നിട്ട്, അദ്ദേഹം ഒരു ആശാരിയാണ്, ആ ആശാരി മലമ്പ്രദേശത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ 10-30 വർഷമായി കുടിച്ച് കൂത്താടി നടക്കുകയായിരുന്നു, എന്നാൽ ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞു, എൻ്റെ യേശു എന്നെ രക്ഷിച്ചു, എൻ്റെ യേശുവിൻ്റെ ആ ഒരു അനുഭവത്തിൽ ഞാൻ ജീവിക്കുകയാണ്. ആ ഹൈറേഞ്ചിൽ നിന്ന് അദ്ദേഹത്തെ അറിയുന്നവരും കേൾക്കുന്നവരുമായ അനേക ആളുകൾ ധ്യാന കേന്ദ്രത്തിലേക്ക് വചനം കേൾക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു ആശാരിയുടെ ജീവിതം കണ്ട് യേശു ക്രിസ്തുവിനെ അന്വേഷിച്ച് പുറപ്പെട്ട് അവർ വചനം കേട്ട് അവരുടെ ജീവിതത്തിലെ തിന്മ ഉപേക്ഷിച്ച് പാപം ഉപേക്ഷിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ദേശത്ത് ആ ആശാരി യേശു ക്രിസ്തുവിൻ്റെ വലിയ സാക്ഷിയായിരിക്കുകയാണ്. ആ ആശാരിയുടെ ഭവനത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു. ആ കുടുംബം മുഴുവനും യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ജീവിതത്തിൽ ആനന്ദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ദേശത്ത് ഒരു വീട് വെഞ്ചരിപ്പ് വന്നത്. ഒരു പുതിയ വീടാണ്. അങ്ങനെ ആ വീട് വെഞ്ചരിപ്പ് അരങ്ങേറുന്ന സമയത്ത് ആശാരിമാരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആശാരിയെ വിളിച്ചിട്ടുണ്ട്. ആ വീട് വെഞ്ചരിപ്പിൻ്റെ സമയത്ത് അനേകം കുപ്പികൾ അവിടെ പൊട്ടിക്കുകയാണ്. കേസ് കണക്കിന് കുപ്പികൾ കൊണ്ടുവന്ന് വെച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ ആശാരിമാർക്ക് ഒരു കോട്ട മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആശാരിമാരുടെ സെക്ഷൻ അവർ കൊടുത്ത്. എന്നാൽ ഈ മറ്റു ആശാരിമാരെല്ലാം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആശാരി പറഞ്ഞു, ഇല്ല, ഞാൻ കുടിക്കുകയില്ല, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആളാണ്, ഞാൻ കുടിക്കുകയില്ല. അപ്പം മറ്റേ ആശാരിമാർ പറഞ്ഞു, നീ കുടിക്കണമെങ്കിൽ കുടിക്കണ്ട, ഞങ്ങൾ കുടിച്ചോളാം എന്ന് പറഞ്ഞ് മറ്റേ ആശാരിമാരെല്ലാം കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ആശാരി ഇങ്ങനെ കുറച്ച് നേരം അവനെ ഇരിക്കണം കണ്ടപ്പോൾ മറ്റേ ആശാരിമാർക്ക് ഒരാശാരി ഈ ആശാരിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഞങ്ങളെല്ലാം കുടിക്കുമ്പോൾ നീ ഇങ്ങനെ കുടിക്കാതിരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ലേശം ആശാരിയുടെ ആ തലയെ കൂടെ ഒഴിച്ച്. അപ്പോൾ ആശാരി വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ തല കുടഞ്ഞപ്പോൾ എങ്ങനെയാണെന്നറിയാമോ 1-2 തുള്ളികൾ ചാടി മറിഞ്ഞ് ആശാരിയുടെ വായിൽ കയറി. ആശാരി രുചിച്ച് നോക്കിയപ്പോൾ 10-16 വർഷത്തിന് മുമ്പുള്ള ആ രുചി പെട്ടെന്ന് ഉണർന്നു വന്നു. ആശാരി വേണ്ടത് ഞാൻ യേശുവിൻ്റെ ആളാണെന്ന് പറഞ്ഞെങ്കിലും ആ 1-2 തുള്ളി മദ്യം ആശാരിയുടെ ഒരു തൃഷ്ണയെ ഉണർത്തി. വീണ്ടും ആശാരി ഞാൻ യേശുവിൻ്റെ ആളാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പുറത്തുള്ള ആശാരിമാരെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആശാരിയുടെ നോട്ടവും ഇരിപ്പെല്ലാം കണ്ടപ്പോൾ മറ്റേ ആശാരിമാർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് കുടിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ഒരു ആശാരി വന്നിട്ട് പറഞ്ഞു, അതെ, നീ ഇത് മറ്റുള്ളവർ കാണുക കുടിച്ചാലാണ് കുഴപ്പമുള്ളൂ, മറ്റുള്ളവർ കാണാതെ കുടിച്ചാൽ കുഴപ്പമില്ല. മാത്രമല്ല ഇതിങ്ങനത്തെ ഒരു വിശേഷ ദിവസമല്ലേ, അതുകൊണ്ട് നമുക്ക് ലേശം കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല. മാത്രമല്ല നീ പൈസ മുടക്കി കുടിച്ചാൽ കുഴപ്പമാണ്, പൈസ മുടക്കാതെ നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിനക്ക് കുടുംബത്തിൽ ദോഷം വരുന്നില്ലല്ലോ, മറ്റാർക്കും ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ, നീ കുടിച്ചിട്ട് മിണ്ടാതെ പോയി കിടന്ന് ആർക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ ആശാരിക്ക് ഒരു ഗ്ലാസ് ഒരു ലേശം ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ആശാരി പറഞ്ഞു, അത് ശരി, അങ്ങനെയാണോ, എന്നാൽ പിന്നെ സാരമില്ല എന്ന് പറഞ്ഞ് ഒരു കവിള് മാത്രം, അധികമൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കവിളെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തൃഷ്ണ ജ്വലിക്കുകയാണ്. അങ്ങനെ ഒരു പെഗ് കുടിച്ച് അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിശാച് ഇയാളുടെ ഹൃദയത്തിൽ കടന്ന് വീണ്ടും ഇദ്ദേഹത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. നീ ഇങ്ങനെ മറ്റുള്ളവരെ ചതിക്കുന്ന ഒരു മനുഷ്യനല്ലേ, നീ ഇങ്ങനെ യേശുവിൻ്റെ ആളായി നടന്നിട്ട് നീ ഇങ്ങനെ ചെയ്താൽ ശരിയാവുമോ, നീ മഹാചതിയനാണ്, നീ ദുഷ്ടനാണ്, നീ മറ്റുള്ളവരെക്കാൾ ദുഷ്ടനാണ്. കാരണം എന്താ, മറ്റുള്ളവർ കുടിച്ച് പാപിയായിട്ട് നടക്കുകയാണെങ്കിൽ പാപിയായിട്ട് നടക്കുകയാണ്, നീ യേശുവിൻ്റെ ആളായിട്ട് നടന്നിട്ട് നീ കുടിക്കുകയാണ്, നീ മഹാപാപിയാണ് എന്ന് ഈ ഒരു പെഗ് അങ്ങോട്ട് കുടിച്ചപ്പം തൊട്ട് ഉള്ളിൽ കടന്ന് സാത്താൻ ഇയാളെ കുത്തി വേദനിപ്പിക്കാൻ തുടങ്ങി. ഉടനെ
പിന്നെ സാത്താൻ ഒരു ഓഫറും കൂടെ കൊടുത്ത്, ഇനി ഏതായാലും കുളിച്ച് ഇനി മുങ്ങി കയറാം, എന്തായാലും കുടിച്ചൊന്ന് പേര് വരുത്തി, ഇനി ഒരു കപക്കായിട്ട് നിർത്തണ്ട, എന്തായാലും ആഗ്രഹം തീരുന്നവരെ കുടിച്ചോളാൻ സാത്താൻ ഒരു പ്രേരണ കൊടുത്തു. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് കുടിച്ച്. അങ്ങനെ ആ ആശാരി അവിടെ ഇരുന്ന് കുടിച്ച് വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകൾ കാണുമെന്ന് മനസ്സിലായി. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പെട്ടെന്ന് കാട്ടുതീ പോലെ വാർത്ത പരന്നു. ഭാര്യ അറിഞ്ഞു, മക്കൾ അറിഞ്ഞു. അവരൊന്നും കുറ്റപ്പെടുത്താൻ നിന്നില്ല. അവർ വേഗം ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വേഗം പോയി. അവർ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. എന്തായാലും ആശാരി ഇരുട്ട് മയങ്ങി ആരും കാണാതെ വീട്ടിൽ വന്ന് കയറി. വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഭാര്യ മക്കൾ സ്വീകരിച്ചു. അവരൊരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്താൻ നിന്നില്ല. പക്ഷേ ആശാരിക്ക് അവരെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യമില്ല. അങ്ങനെ ആശാരി വേഗം വീടിൻ്റെ ഉൾമുറിയിലേക്ക് കയറി. ആശാരിയുടെ മുറി കയറി വാതിലടച്ചു. ആശാരി ആരോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഇരുന്നു. ഭാര്യ മക്കളും പ്രാർത്ഥിച്ചു. എന്തായാലും ശരി, അങ്ങനെ കടന്നു. ആശാരിക്ക് അന്ന് ഉറക്കം വന്നില്ല. ആശാരി അവിടെ ഇരിക്കുമ്പം ഉള്ളിലിരുന്ന് വലിയ കുറ്റപ്പെടുന്ന സ്വരം കേൾക്കുകയാണ്. നീ ചെയ്തത് മഹാമോശമായി, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലോ, നീ അനേകരെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്, നീ ഇത്രയും കാലം യേശുവിനെ നാമം പറഞ്ഞ് നടന്നിട്ട് നീ ഇങ്ങനെ കുടിക്കുമ്പം നീ അനേകരെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്. ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തുന്ന സ്വരം തന്നെ ആശാരിയുടെ ഉള്ളിൽ കേൾക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർദ്ധരാത്രി 1 മണി 2 മണിയായി. ആശാരിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ മറ്റൊരു സ്വരം, ഇനി എന്തിന് ജീവിക്കണം, ആ കയറെടുത്ത് തൂങ്ങിച്ചത്തൂടെ എന്നൊരു സ്വരം കേൾക്കുകയാണ്. ആശാരി പിന്നെ ഒന്നും ഇടമല ചിന്തിക്കാൻ നിന്നില്ല. ആശാരി അവിടെ ഉണ്ടായിരുന്ന കയറെടുത്ത് ആ വീടിൻ്റെ മോന്തായത്തിലേക്ക് കെട്ടി ആ വീട്ടിൽ അയാൾ അന്ന് രാത്രി വെളുപ്പാങ്കാലത്ത് തൂങ്ങി മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ച് നോക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് യേശു ക്രിസ്തുവിനെ ആരാധിച്ച് ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്ന ഒരു ദൈവ പൈതലാണ്. എന്നാൽ ഒരു ബലഹീന നിമിഷത്തിൽ ജീവിതത്തിൽ ഒരു വീഴ്ചയുണ്ടായി. ഒരു പ്രത്യേക സമ്മർദ്ദത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു തകർച്ചയുണ്ടായി. ആ തകർച്ചയുടെ സമയത്ത് ആ മനുഷ്യൻ എന്താ ചെയ്തത്? കർത്താവായ ദൈവത്തിലേക്ക് തിരിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം തൂങ്ങി മരിക്കാൻ ഇടവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ സമാനമായ സാഹചര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഓരോരുത്തർ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകാം. ഒരു കാലത്ത് നന്നായി പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, നന്നായി ശുശ്രൂഷ ചെയ്യുന്നവനായിരിക്കാം, നല്ല കുടുംബജീവിതം നയിക്കുന്നവനായിരിക്കാം, എല്ലാ കാര്യങ്ങളും മോഡലായിട്ട് ഇടവകെ പ്രവർത്തിക്കുന്നവരായിരിക്കാം. ഒരുപാട് കാലങ്ങൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊരു വീഴ്ച, ചിലപ്പോൾ പെട്ടെന്നൊരു തകർച്ച, ചിലപ്പോൾ പെട്ടെന്നൊരു പാപം, ചിലപ്പോൾ പെട്ടെന്നൊരു അന്ധകാരം. ആ അന്ധകാരത്തിന് നടുവിൽപ്പെട്ട് അങ്ങനെ തപ്പിത്തടയുമ്പോൾ സാത്താൻ പറയും, നിൻ്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചു, നീ ചതിച്ചു, നീ നന്ദി കെട്ടവനാണ്, നിൻ്റെ ദൈവം നിന്നോട് ക്ഷമിക്കില്ല, ദൈവം പോലും ക്ഷമിക്കാത്ത പാപമാണ് നീ ചെയ്തത്. ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സ്വരം ഉള്ളിൽ നിന്ന് കേൾക്കും. ആ ഒരു വേദനയുടെ നടുവിൽ നിന്നാണ് 77-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദാവീദ് അല്ലെങ്കിൽ ദൈവദാസൻ പറയണത്, ദൈവമേ അങ്ങ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ, എന്നേക്കുമായി അങ്ങയുടെ കരുണ അവസാനിച്ചുവോ, ഇനി എന്നെ അങ്ങ് ഒരിക്കലും എന്നെ സ്വീകരിക്കില്ലേ. ഇങ്ങനെയുള്ള ആ വേദന സങ്കീർത്തകൻ ദൈവസന്നിധിയിലേക്ക് പ്രകാശിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ബെനഡിക്റ്റ് പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബലഹീനതകളെ നമ്മൾ അംഗീകരിക്കണം. എല്ലാ മനുഷ്യരും അവനവൻ്റെ ബലഹീനതകൾ അംഗീകരിക്കണം. എല്ലാ മനുഷ്യരും അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്, ഞാൻ ബലഹീനനാണ് എന്ന് അംഗീകരിക്കണം. ബെനഡിക്റ്റ് പാപ്പ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഫാദേഴ്സ്. ബെനഡിക്റ്റ് 14-ാമൻ പാപ്പ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഫാദേഴ്സ്. ഇതിനകത്ത് ആദിമ സഭാപിതാക്കന്മാരുടെ ചരിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തെർത്തുല്യൻ എന്ന് പറഞ്ഞൊരു സഭാപിതാവിൻ്റെ ചരിത്രം ബെനഡിക്റ്റ് പാപ്പ വിശദീകരിക്കുന്നുണ്ട്. അതിനകത്ത് ബെനഡിക്റ്റ് പാപ്പ പറയണത് എങ്ങനെയാണ്? ഓൺലി ഗോഡ് ഈസ് ഓൾ ഹോളി, വി ഓൾ ആർ വീക്ക്, വി നീഡ് കണ്ടിന്യൂസ് ഫോർഗിവ്നെസ്. ദൈവം മാത്രമാണ് സദാ പരിശുദ്ധനായിരിക്കുന്നത്. മനുഷ്യരായ നമ്മളെല്ലാവരും ബലഹീനരാണ്. നമുക്ക് നിരന്തരമായ ക്ഷമ ആവശ്യമാണ്. നമുക്ക് ദൈവത്തിൽ നിന്ന് നിരന്തരമായ ക്ഷമ ആവശ്യമാണ്. നമ്മൾ നമ്മുടെ ബലഹീനത അംഗീകരിക്കണം, മറ്റുള്ളവരുടെയും ബലഹീനത അംഗീകരിക്കണം എന്നാണ് ബെനഡിക്റ്റ് പാപ്പ ഈ പുസ്തകത്തിൽ ലോകത്തിലെ എല്ലാ വിശ്വാസികളെയും ഉത്ബോധിപ്പിക്കുന്നത്. നമുക്ക് ബലഹീനതയുണ്ട്, നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവർക്കും ബലഹീനതയുണ്ട്. നമ്മുടെയും മറ്റുള്ളവരുടെയും ബലഹീനത അംഗീകരിക്കണം. അക്സെപ്റ്റ് അവർ ഓൺ വീക്ക്നെസ് ആൻഡ് അതേഴ്സ് വീക്ക്നെസ്. നമ്മുടെയും മറ്റുള്ളവരുടെയും ബലഹീനതകളെ അംഗീകരിച്ച് സമാധാനത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക. ഞാനും നിങ്ങൾ എൻ്റെ നിങ്ങളുടെ ബലഹീനത അംഗീകരിച്ച് എന്താ ഗുണം? വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 55 തൊട്ട് 57 വരെ വാക്യങ്ങളിൽ അതിൻ്റെ മെച്ചം നമുക്ക് കാണാൻ പറ്റും. ആ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. എന്നിട്ട് ഞാൻ ബലഹീനനാണ്, ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പൊട്ടിക്കരയും. അതാണ് വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 55 തൊട്ട് 57 വരെ തിരുലിഖിതങ്ങൾ.
കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവേ ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. ഇദ്ദേഹത്തിന് തൊട്ട് മുമ്പുള്ള അനുഭവം എന്താണെന്ന് 54-ാം വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം എന്നെ മൂടിക്കളഞ്ഞു, അയ്യോ ഞാൻ നശിച്ചേ എന്ന് പറഞ്ഞു പോയി. ഇതായിരുന്നു ആ ദൈവവൈദ്യൻ്റെ അനുഭവം. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ബലഹീനത അംഗീകരിച്ചു. ഞാൻ കുഴിയിലാണ്, വെള്ളം എന്നെ മൂടി, ഞാൻ കംപ്ലീറ്റ് തകർന്നു എന്ന അനുഭവം അദ്ദേഹം ദൈവസേന അംഗീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിട്ട് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞ്. അതാണ് 55 മുതലുള്ള വാക്യങ്ങൾ. കുഴിയുടെ അടിയിൽ നിന്ന് ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുതേ എന്ന് എൻ്റെ യാചന ഞാൻ ദൈവത്തോട് പറഞ്ഞു. അവിടുന്ന് അത് കേട്ടു. ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 57-ാം തിരുലിഖിതം. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. പ്രിയ ദൈവവൈതലേ, ഒരു ബലഹീന നടുവിൽ ഞെരുങ്ങുമ്പോൾ, ഒരു ബലഹീന നടുവിൽ കരയുമ്പോൾ നീ നിന്റെ ദൈവത്തെങ്കിലേക്ക് തിരിയണം. നീ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിട്ട് നീ ദൈവമേ ഞാനിതാ കുഴിയുടെ അടിയിൽ നിന്ന് അങ്ങേ വിളിക്കുന്നെന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ ഭജനം പഠിപ്പിക്കുകയാണ്. ഞാൻ നിലവിളിച്ചപ്പോൾ അവിടുന്ന് അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഒരു തകർച്ചയിലിരിക്കുന്ന ദൈവവൈതലാണെങ്കിൽ ഞാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തിൻ്റെ ദാസനിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്. ഹോസിയ 14-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. ഇസ്രായേൽ, ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിലേക്ക് നീ തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ, നന്മയായത് അവിടുന്ന് സ്വീകരിക്കണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റങ്ങൾ ഏറ്റുപറയുക. കുഴിയുടെ അടിയിൽ നിന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരിക, കുറ്റങ്ങൾ ഏറ്റുപറയുക. അത്രയും ചെയ്താൽ ദൈവം എന്ത് ചെയ്യും? അതാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 4-5 തിരുലിഖിതങ്ങൾ. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും. നമ്മളല്ല ഉണക്കേണ്ടത്, ദൈവം ഉണക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഹോസിയ 14:4. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. കാരണം ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെയായിരിക്കും. ഹല്ലേലൂയ. ഞാൻ അവരുടെ അവിശ്വസത മുറിവുണക്കും, ഞാൻ അവരുടെ മേൽ എൻ്റെ സ്നേഹം ചൊരിയും. ഹോസിയ 14:5 പഠിപ്പിക്കുകയാണ്. ഇസ്രായേലിന് വീണ്ടും വീണ്ടും പാപം ചെയ്ത് വീണ്ടും വീണ്ടും അവിശ്വസത കാണിച്ച് വീണ്ടും വീണ്ടും വീണുമായി ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെയായിരിക്കും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു പഠിപ്പിച്ചു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. 2 കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തെ എല്ലാവരും വിളിക്കട്ടെ. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും അത്ഭുതമായ ശക്തി വ്യാപരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി മനസ്സ് നുറങ്ങി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, 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 യേശുവേ. നീ എൻ്റെ സ്വന്തം, ഞാൻ നിന്റെ സ്വന്തം, ഇനി